പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 13 പേർ മരിച്ചു, 5 പേരുടെ നില ഗുരുതരം. സ്ഫോടനമുണ്ടായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. ദുരന്തത്തിൽ വിറങ്ങലിച്ച് മുണ്ടത്തിക്കോട് ഗ്രാമം. സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായത് കിലോമീറ്ററുകളോളം. ദുരന്തത്തിന്റെ ഭീതി മാറാതെ പ്രദേശവാസികൾ. നാശനഷ്ടങ്ങൾ സംഭവിച്ചത് നിരവധി വീടുകൾക്ക്. പല വീടുകളുടെയും ജനൽ ചില്ലുകൾ തകർന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. പരിക്കേറ്റവർക്ക് 70% പൊള്ളൽ. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV പ്രവർത്തനരഹിതമായതായി പരാതി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം. ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. ആക്ഷേപമുള്ളവർ ഈ മാസം 24-ന് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും ഉത്തരവ്. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം. 13 പേർ ചികിത്സയിൽ, 5 പേരുടെ നില ഗുരുതരം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിയുണ്ടായത്. സംഭവം നടക്കുമ്പോൾ 30ഓളം പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. പരിക്കേറ്റവരിൽ കരാറുകാരൻ സതീഷിന്റെ നിലയും ഗുരുതരമായി തുടരുകയാണ്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തുടർച്ചയായി വെള്ളമടിച്ച് സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയ ശേഷമാണ് ആളുകളെ പുറത്തെടുത്തത്. ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും 200 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ മാറ്റി. സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനും പകൽപൂരം വെടിക്കെട്ടിനും ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, DIG T നാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ ദേശ്മുഖ് രാജ് തുടങ്ങിയവർ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിയോഗിച്ചു. അപകട വിവരമറിഞ്ഞ് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, K കൃഷ്ണൻകുട്ടി, R ബിന്ദു, P രാജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഫിന്നി ചേരുകയാണ്. ഫിന്നി, ഒരു നാട് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെയായിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. കാരണം ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പേർ ചികിത്സയിലുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ? റിയ, ഏറ്റവും പുതിയതായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇന്നത്തെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇന്നത്തെ പരിശോധന ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി പരിശോധന നാളെ രാവിലെ തന്നെ തുടരും. ഇന്ന് വെളിച്ചക്കുറവ് ഉള്ളത് കൊണ്ടാണ് പരിശോധന നിർത്തിയത്. മാത്രമല്ല, തുടർന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചേക്കാം എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത്. നാളെ രാവിലെ വീണ്ടും അവിടെ തെരച്ചിൽ ആരംഭിക്കും. അതേസമയം നിലവിൽ ഇതുവരെ 13 മരണമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഇതിൽ 7 മൃതദേഹങ്ങളും ബാക്കി മറ്റു 9 ശരീരാവശിഷ്ടങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥലത്ത് മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, P രാജീവ്, R ബിന്ദു,
BN വാസവൻ, PM മുഹമ്മദ് റിയാസ് എന്നിവർ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതുപോലെ തന്നെ സംഭവ സ്ഥലത്തും എത്തി രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആ പരിക്കേറ്റവരുടെക്കുള്ള ചികിത്സ ഉറപ്പാക്കാനുമുള്ള എല്ലാ നടപടികളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ഏകോപിപ്പിക്കുന്നുണ്ട്. രാത്രി വൈകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശുപത്രിയിലും അതുപോലെ തന്നെ സംഭവ സ്ഥലത്തും സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിക്കേറ്റവരുടെ നില, ഈ പരിക്കേറ്റവരെ 14 പേരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതിൽ കരാറുകാരന്റെ നില ഗുരുതരമായാണ് തുടരുന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:20 സ്ഫോടനമുണ്ടായത്. ഈ സ്ഫോടനമുണ്ടായി തുടർ സ്ഫോടനമുണ്ടായി. ഇത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളും അതുപോലെ തന്നെ ഈ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എല്ലാം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതും മറ്റുള്ള പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയതും. 100 കണക്കിന് ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെല്ലാം തടിച്ചുകൂടിയത്. ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലത്ത് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും മാത്രമാണുള്ളത്. ഈ നേരത്തെ ഏകദേശം ഒരു 8 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു. ഈ കുളത്തിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ കുളത്തിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല. ഇനി നാളെ പരിശോധന തുടരും. കൂടുതൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന സ്ഥലത്ത് നടത്തുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. റിയ, നാളെ വീണ്ടും പരിശോധന പുനരാരംഭിക്കുമ്പോൾ അതിൽ ഏതൊക്കെ സംവിധാനങ്ങളെ പരിപൂർണമായിട്ട് വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? കാരണം പലതും പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ചിന്നിച്ചെറിയ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് എത്രത്തോളം വ്യാപ്തിയുള്ള ഒരു അപകടമാണെന്ന്. അപ്പോൾ എത്രത്തോളം ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കും നാളത്തെ ആ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്? നാളെ പരിശോധനയ്ക്കായി പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെ തന്നെ ഉണ്ടാവും. നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് അതായത് ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധനയ്ക്കായി എത്തിക്കും. ഈ 3 ഡോഗ് സ്ക്വാഡിന്റെ 3 നായ്ക്കളെ ഇവിടെ പരിശോധനയ്ക്കായി എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ സഹായത്തോടെയും അതുപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് വൈകിട്ട് ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. ഈ ഡ്രോൺ പരിശോധന നാളെ പരിശോധിക്കും. അതുപോലെ തന്നെ റോബോട്ടിന്റെ സഹായവും പോലീസ് ഉറപ്പാക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. റിയ, മരിച്ചവർ ആരെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒരു സമയത്ത്? റിയ, 3 പേരെ മരിച്ച 3 പേരുടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വെണ്ണൂർ സ്വദേശി സുദർശൻ, അതുപോലെ തന്നെ പാലക്കാട് സ്വദേശി വാസുദേവൻ, മുണ്ടത്തിക്കോട് സ്വദേശി സുവിൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റ ഏതാനും പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 3 സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നാണ് ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്ഫോടനമുണ്ടായ സമയത്ത് ഇവരെ രക്ഷപ്പെടുന്നതിന് ഓടുന്നതിനിടെ വീണും മറ്റും പരിക്കേറ്റതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് 3 പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് മോർച്ചറിയിലുള്ള ആളുകൾ ബന്ധുക്കളും മറ്റും എത്തിയാൽ കാണിച്ച് മറ്റുള്ളവരെ സ്ഥിരീകരിക്കാനുള്ള നടപടികളാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തുന്നത്. റിയ, നന്ദി ഫിന്നി, വിവരങ്ങൾ നൽകിയതിന്. 3 പേരെയാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചുള്ളത്. മാത്രമല്ല നാളെ തുടർ പരിശോധന നടത്തുമ്പോൾ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിക്കൊണ്ട് അതിനായിട്ടുള്ള പരിശോധനകൾ തുടരുമെന്ന് നമുക്കറിയാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവത്തിനാണ് ജില്ല ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദുരന്തമായിരുന്നു 3:30 കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിലാണ് 13 പേർക്ക് അവരുടെ ഏറ്റവും വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 13 പേർ ചികിത്സയിലാണ്. അതുപോലെ തന്നെ 5 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. വെടിക്കെട്ട് കരാറുകാരനായിട്ടുള്ള സതീഷിന്റെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. 70% പൊള്ളലേറ്റു എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെങ്കിലും മന്ത്രിമാരുൾപ്പെടെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നല്ല രീതിയിൽ തന്നെ ഏകോപിപ്പിക്കുന്നുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തി. ബുധനാഴ്ച രാവിലെ പ്രദേശത്ത് തിരച്ചിൽ നടത്തും. മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂം തുറന്നതായും കളക്ടർ അറിയിച്ചു. ദുരന്തത്തിൽ വിറങ്ങലിച്ച് മുണ്ടത്തിക്കോട് ഗ്രാമം. ഭൂകമ്പമാണെന്നാണ് പ്രദേശവാസികൾ ആദ്യം കരുതിയത്. ഇതാണ് ആ ദുരന്തഭൂമി. മുണ്ടത്തിക്കോട്
വലിയ വെടിക്കെട്ടപകടമുണ്ടായ ഭൂമി. ആ ഭൂമിയിലെ മരങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വ്യാപ്തിയാണ് ആ വെടിക്കെട്ടപകടത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അത്രയേറെ പേർ അവിടെ വെടിമരുന്ന് നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി 3:30 വെടിക്കെട്ടപകടമുണ്ടായപ്പോൾ പ്രദേശവാസികളെല്ലാം കരുതിയത് വലിയ ഭൂചലനമാണെന്നാണ്. 3:30 ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂചലനമുണ്ടായി എന്നുള്ളത് TCBക്കും വിവരം ലഭിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് വെടിക്കെട്ടപകടമാണ് എന്നറിഞ്ഞത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ മാത്രം തൃശ്ശൂർ പൂരത്തിനായി ബാക്കി നിൽക്കെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിമരുന്നിൻ്റെ എല്ലാ പണികളും അവസാന ഘട്ടത്തിലെത്തിയ സമയത്താണ് വലിയ പൊട്ടിത്തെറിയുണ്ടായത്. ആ ദുരന്തം പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് വളരെ ഭീതിയോടുകൂടിയാണ്. വലിയ പൊട്ടിത്തെറിയുണ്ടായി. ആളുകൾ വന്നപ്പോൾ ഇവിടെ കണ്ടത് വലിയ തീയും പുകയുമാണ്. ഒരു വലിയ പാടശേഖരത്തിൻ്റെ നടുക്കാണ് ഈ മുണ്ടത്തിക്കോടുള്ള ഈ വെടിമരുന്ന് ശാല പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നത് ഇവിടേക്ക് വാഹനങ്ങൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. ദൂരെ വാഹനങ്ങൾ നിർത്തി നടന്നാണ് ഇവിടേക്ക് വെടിമരുന്ന് ശാലയിലെ പണിക്കാരെല്ലാം എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ ആളുകൾക്ക് എത്തിച്ചേരാനും പോലീസിന് എത്തിച്ചേരാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഫയർഫോഴ്സിന് എത്തിച്ചേരാനും ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് JCBയും അതുപോലെ തന്നെ ട്രാക്ടറും കൊണ്ടുവന്ന് ഈ ബണ്ടുകളെല്ലാം തകർത്തതിന് ശേഷമാണ് വാഹനങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള സംവിധാനം ഒരുക്കിയത്. പിന്നീട് ആണ് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഈ പാടത്തിൻ്റെ ഈ വശത്ത് വരെ എത്തിച്ചേരാനുള്ള ഒരു സംവിധാനം ഒരുക്കിയത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ആംബുലൻസിൻ്റെയും വാഹനങ്ങളെല്ലാം അതുപോലെ സംവിധാനം ഒരുക്കിയാണ് ഇവിടേക്ക് എത്തിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്രയേറെ ഭീതിതമായ അവസ്ഥ. കരിമരുന്നിൻ്റെ ഗന്ധം, ഈ വയലിൽ ചിതറിയ ശരീരാവശിഷ്ടങ്ങൾ, മാത്രമല്ല വെടിക്കെട്ട് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇനിയും കത്തിത്തീരാത്ത വെടിമരുന്നിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ വയലിലെല്ലാം വ്യാപിച്ച ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് ഇവിടേക്ക് വന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. സമീപവാസികളായ ഏതാനും പേരാണ് ഇവിടേക്ക് എത്തിച്ചേർന്ന് ആദ്യം ഇവിടേക്ക് ആളുകളെ കൊണ്ടുപോയത്. ഇവിടെ പലയിടങ്ങളിലായാണ് ആളുകൾ പണി ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലായാണ് ആളുകൾ പണി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേരെ വന്നു ചേർന്ന ആ 10-ലധികം വരുന്ന പ്രദേശവാസികളായ സംഘം ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സാധിച്ചു. ഇപ്പോഴും ആ വെടിക്കെട്ടിൻ്റെ കത്തിത്തീരാത്ത വെടിമരുന്ന് അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ശബ്ദം നമുക്കിപ്പോഴും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഭീതിതമായൊരു ഭീതി ഉയർന്നത് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. 35-ലധികം പേർക്ക് ഭക്ഷണം ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം ദുരന്തത്തിന് വ്യാപ്തി ഉണ്ടായി എന്നുള്ള ആ ആശങ്ക ഇപ്പോഴും വിട്ടകന്നിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോഴും കത്തിത്തീരാത്ത ധാരാളം വെടിമരുന്നിൻ്റെ ഉൽപ്പന്നങ്ങൾ അവിടെ കൂടി കിടക്കുന്നുണ്ട്. അതിൽ പൂർണ്ണമായും അണച്ചതിന് ശേഷം മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അങ്ങോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നു. എന്തായാലും സമീപ നാളുകളിൽ കണ്ട വലിയൊരു ദുരന്തമായി മുണ്ടത്തിക്കോട് ആ പറമ്പിലുള്ള മരങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെങ്ങിൻ തലപ്പുകൾ പോലും കത്തിക്കരിഞ്ഞ നിലയിൽ കത്തിപ്പിടിച്ച നിലയിലാണ് ഇപ്പോഴും. മാത്രമല്ല മരങ്ങളെല്ലാം കത്തി പടർന്ന നിലയിലാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ വലിയൊരു ദുരന്തത്തിനാണ് മുണ്ടത്തിക്കോട് ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. രക്ഷാപ്രവർത്തനം അതിവേഗം ആരംഭിക്കാനായെങ്കിലും ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സന്നാഹം, ഒപ്പം തന്നെ ഫയർഫോഴ്സ് എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി. പക്ഷേ ഇവിടേക്ക് എത്തിച്ചേരാൻ കടക്കാൻ വഴിയുണ്ടായിരുന്നില്ല. കാരണം ഒരു വയലിന് നടുക്കാണ് ഈ സ്ഥാപനം, ഈ വെടിമരുന്ന് ശാല പ്രവർത്തിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും JCBയും ട്രാക്ടറും കൊണ്ടുവന്ന് ബണ്ടുകൾ തകർത്താണ് വാഹനങ്ങൾ അങ്ങോട്ട് എത്തിച്ചത്. അല്ലേ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇത് പറയും. അതെ, ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാം ഫസ്റ്റ് അവിടെ ഈ ഫയർ ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റ്റിങ്വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വഴി അവിടെ പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ ഒരു JCB ഉണ്ടായിരുന്നു. JCB വെച്ചിട്ട് വഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ അകത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റിൽ അണ്ടർ കൺട്രോളാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വലിയ ദുഷ്കരമായ അവസ്ഥ. കാരണം ഇപ്പോൾ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു, പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് എപ്പോൾ ആളുകൾക്ക് കടന്ന് രക്ഷാപ്രവർത്തനത്തിന് സാധിക്കും? അല്ല, ഇത് മുഴുവൻ അവിടെ കുറേ പൊട്ടിക്കാതെ കുറേ ഗുണ്ട അവിടെ ഉണ്ടാവുന്ന സാധ്യത ഉണ്ട്. അതായത് കൊണ്ട് മുഴുവൻ ക്ലിയറും എല്ലാം സാനിറ്റൈസ് ചെയ്ത ശേഷം മാത്രം അകത്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫയർഫോഴ്സിൽ അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ആ ഗുണ്ട ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് കുറച്ച് ബോംബ്സ് പൊട്ടിക്കുന്നുണ്ട്. സോ അതായത് കൊണ്ട് എല്ലാം മുഴുവൻ ക്ലിയർ ആയ ശേഷം മാത്രം അകത്ത് കയറാൻ പറ്റും. ശരി, എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. പക്ഷേ എന്നിരുന്നാൽ പോലും കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം വെടിമരുന്നാണ് ഇനിയും പൊട്ടിത്തീരാതെയുണ്ട്. അത് ഒരു വലിയ പ്രതിസന്ധിയായി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഭീതി മാറാതെ പ്രദേശവാസികൾ. ഒട്ടേറെ വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്.
സമീപത്തെ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ചില വീടുകളുടെ കോൺക്രീറ്റിന് വിള്ളൽ വരെ സംഭവിച്ചിട്ടുണ്ട്. ഒരുവിധം വീടുകളുടെ എല്ലാം ജനൽ ചില്ലുകൾ തകർന്നിരിക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഈ പാടത്തിനോട് ചേർന്ന ഒരു വീടാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു? ഗ്ലാസ്സുകളെല്ലാം പൊട്ടി, പിന്നെ നമ്മുടെ കറണ്ട് കാര്യങ്ങൾ AC ഒക്കെ ബാധിച്ചിട്ടുണ്ട്, പിന്നെ വീട്ടിൽ ജനലുണ്ട് പൊട്ടി ആകതാക്കി, ഗ്ലാസ്സുകളും കാര്യങ്ങളും. ഈ അപകടം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഒരു പ്രഷറായിട്ട് ഇങ്ങനെ വന്ന് ഗ്ലാസ്സുകളെല്ലാം പൊട്ടി തെറിച്ച് ഉള്ളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് മേലേക്ക് തെറിച്ച് വീണപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ നോക്കിയപ്പോഴേക്കും ആകെ പൊട്ടി സൗണ്ടും കാര്യങ്ങളും പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ എല്ലാം അവിടെ നിന്ന് പോകയും കാര്യങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേഗം പോയിരുന്ന് ഇറങ്ങി അങ്ങോട്ട് സെൻറ്ററിലേക്ക് കയറി അങ്ങനെ പോയി. അപ്പോഴേക്ക് ഇത് പൊട്ടിത്തെറിച്ച് ഇവിടെ വന്ന് വീണ് വരണം, ഈ തൊട്ടപ്പുറത്ത് ഈ പാടത്ത് വന്ന് വീണു. അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയിൽ എല്ലാവരും എനിക്ക് അകത്തേക്ക് ഓടി ഇറക്കി. നമ്മൾ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പൊട്ടിയത് കണ്ട് അപ്പോൾ അത് കാലുമൊക്കെ കുത്തി പിള്ളേരൊക്കെ എടുത്ത് അങ്ങനെ പുറത്ത് അങ്ങനെ ഓടി ഞങ്ങൾ അങ്ങോട്ട് പോയി. സമീപവാസികളെല്ലാം വളരെ ഭീതിതമായ ഉഗ്ര ശബ്ദം കേട്ടാണ്, പലരും വീടുകളിൽ മയക്കത്തിലായിരുന്നു. ഈ ശബ്ദം കേട്ടാണ് പുറത്തേക്ക് ഓടിയിറങ്ങുന്നത്. പാടത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വലിയ പുകയും തീ പടർന്നതുമായിരുന്നു. ഇത് എന്തായിരുന്നു ആദ്യം കണ്ടത്? അത് ഞങ്ങൾ അകത്ത് കിടക്കായിരുന്നു എല്ലാവരും. മുകളിൽ പിള്ളേർ കിടക്കുന്നുണ്ട്, താഴത്ത് ഞാൻ കിടക്കുന്നുണ്ട്, വീട് കിടക്കുന്നുണ്ട്. അതായിട്ട് പൊട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വല്ല ഇടിവെട്ടിൻ്റെ അവരിക്കാന്ന് വെച്ചു. പിന്നെ ക്ലാസ്സുകളൊക്കെ പിരിപിരാന്ന് മേത്തേക്ക് കൊഴിഞ്ഞു വീണു. അപ്പോഴേക്കും ഇറങ്ങി വാതിൽ പിള്ളേർ മുകളിൽ നിന്ന് അവർ കൂട്ടന്നുള്ളി ഇറങ്ങി. അവിടെ നിന്ന് എനിക്ക് ഓടി ഇറങ്ങിയപ്പോഴേക്കും 4 വശത്ത് നുള്ളിയും കുറുക്കലും കാര്യങ്ങളും മൊത്തം കേൾക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി തീ അവിടെ നിന്ന് തീ പിടിച്ചില്ലാന്ന് മനസ്സിലായി. അവിടെ നോക്കിയിരുന്നു? അവിടെ പാടത്ത്? അവിടെ ഞങ്ങൾ ഓടി പാടത്തേക്ക് എല്ലാവരും ഓടി, ആൾക്കാരും അപ്പോഴേക്കും പാടത്തേക്ക് ഞങ്ങളും ഓടി പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പൊട്ടിനപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഓടി കുട്ടികളെ എടുത്തിട്ട് കുട്ടികളെ എടുത്തിട്ട് അങ്ങടെ ഓടിയ. പിന്നെ ആദ്യം എന്നിട്ട് അവന് ഒന്ന് നിലച്ചതിന് ശേഷം വന്ന് സെൻറ്ററിലേക്ക് അങ്ങോട്ട് കയറി. എത്ര പേരുണ്ടാവാറുണ്ട് സാധാരണ പണിക്ക് അവിടെ? പണിക്ക് 40-50 പേരൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട്, സാധാരണ ഉണ്ടാവാറുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇവിടെ 10-15 ആൾക്കാർ ഇവിടെ താമസിക്കുന്നവരുണ്ടാവാറുണ്ട്. എല്ലാവരും മലയാളികളാണ്? അപ്പോൾ പുറമെന്ന് കുറേ ആൾക്കാർ വരാറുണ്ട്, ബൈക്കുമ്പിലും ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് 10-40 ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം എന്തോരം ആൾക്കാരുണ്ടായിരുന്നു എന്നത് അറിയില്ല ഇന്നത്തെ. അത് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് സമീപത്തെ വീടുകൾക്കും പല സ്ഥാപനങ്ങൾക്കും. എന്നിരുന്നാലും ഇവരുടെ ഉള്ളിലുള്ള ഭീതി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. പ്രത്യേകിച്ച് വീട്ടിലുള്ള കുട്ടികൾ വലിയ കൂട്ടനിലവിളിയായിരുന്നു ഈ അപകടം ഉണ്ടായപ്പോൾ സമീപത്തെ വീടുകളിൽ നിന്ന് ഉയർന്നത്. ഈ കുട്ടികൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഷോക്കിൽ വീടുകളിലെ ജനലുകളെല്ലാം പൊട്ടിത്തെറിക്കുകയായിരുന്നു, തകരുകയായിരുന്നു. ആ കുട്ടികൾക്കുൾപ്പെടെയുള്ളവരുടെ ഭീതി ഇപ്പോഴും അകന്നിട്ടില്ല. ഇടവേള. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ, സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. സംഭവം അറിഞ്ഞ് 100 കണക്കിന് ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തടിച്ചുകൂടിയത്. വെടിക്കെട്ടുപുര പൊട്ടിത്തെറിച്ചുണ്ടായ ദുരന്തത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 13 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. 90% പൊള്ളലേറ്റ ഒരാൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. 7 പേരുടെ മൃതദേഹങ്ങളും ബാക്കിയുള്ളവരുടെ കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ദുരന്ത സ്ഥലത്തെയും മെഡിക്കൽ കോളേജിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, കെ കൃഷ്ണൻകുട്ടി, VN വാസവൻ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി മേൽനോട്ടം വഹിച്ചു. സാധ്യമായ വിധം എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങളും നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെന്നും പാലക്കാട് നിന്ന് വിദഗ്ധ മെഡിക്കൽ സംഘം എത്തിയെന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം ഉടൻ എത്തുമെന്നും മന്ത്രി റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മെഡിക്കൽ ടീം സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും മറ്റ് തൊട്ടടുത്ത ജില്ലയിൽ നിന്നുൾപ്പെടെ സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും വന്നിട്ടുണ്ട്. ആ നിലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മെഡിക്കൽ ടീമും മറ്റും ചെയ്തു വരികയാണ്. ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, പാലക്കാട് നിന്നൊരു സ്പെഷ്യൽ ടീം വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്തു വരികയാണ്. ജില്ലാ കളക്ടറുമായും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാം ഒരു ടീമായി ചെയ്യുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്ത് MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റുമുണ്ട്. മന്ത്രി ശ്രീ രാജൻ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. വാസവൻ മിനിസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നമ്മളിപ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. ഇതിൽ 10-40ഓളം പേരുണ്ട് എന്നുള്ള ഒരു അനുമാനമാണ് പൊതുവേ ഉള്ളതെങ്കിലും അത് പൊതുവേ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി റെഡ് സോണിൽ എല്ലാ ആധുനിക ചികിത്സാ സൗകര്യവും പരിക്കേറ്റവർക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും സംഘങ്ങൾ ആശുപത്രിയിലും ദുരന്ത സ്ഥലത്തും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ഇന്ദു തുടങ്ങിയവർ പറഞ്ഞു. ഒരു ആൾ മാത്രം വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. 90% മുകളിൽ ഉള്ള ഒരാൾ ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണുള്ളത്. ബാക്കിയുള്ളവർ എല്ലാവരും ബേൺ സൈസിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേൺ സൈസിൽ ഇതൊക്കെ ചികിത്സ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യൻസ് ആയിട്ട് വന്നവരെയൊക്കെ പേരുകൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചു വന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ ചെസ്റ്റ് ഇഞ്ചുറീസ് ഉള്ളവരുണ്ട്, ബോൺ ഇഞ്ചുറീസ് ഉള്ളവരുണ്ട്. പൊള്ളലിൻ്റെ കൂടെ തന്നെ മറ്റ് അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. ദുരന്ത വാർത്തയറിഞ്ഞ് പറഞ്ഞറിയിക്കാനാകാത്ത സങ്കടവുമായി മെഡിക്കൽ കോളേജിലേക്ക് സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള ഒത്തിരിയേറെ ആളുകളാണ് എത്തിച്ചേർന്നത്. TCV തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടം അത്യന്തം ദുഃഖകരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഏറെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ദുഃഖം രേഖപ്പെടുത്തി. സംഭവം അതീവ വേദനാജനകമാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. ഹൃദയഭേദകമായ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞവരുടെ വിയോഗത്തിൽ CPI ജില്ലാ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്ന കേന്ദ്രങ്ങളും വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലും മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് സ്ഫോടനം അതീവ ദുഃഖകരമാണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അനുശോചനം രേഖപ്പെടുത്തി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഇൻകാസ് ദുബായ് തൃശൂർ ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ഇൻകാസ് ദുബായ് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു.
വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. സീൽ ചെയ്യാത്ത മുറികളും തുറക്കരുതെന്നാണ് നിർദ്ദേശം. പേരാമ്പ്ര, നെന്മാറ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. കോഴിക്കോട് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദം അണയുന്നതിന് പിന്നാലെയാണ് പാലക്കാട് നെന്മാറയിലും സ്ട്രോങ് റൂം വിവാദം ഉയർന്നു വന്നത്. വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം വിവാദമായതോടെ മാറ്റി. തുറക്കാൻ തീരുമാനിച്ചത് മെറ്റീരിയൽ സ്ട്രോങ് റൂം ആണെന്നും EVM സ്ട്രോങ് റൂം അല്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിശദീകരിച്ചു. അതേസമയം കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം തുറന്ന വിവാദത്തിൽ നടപടിക്രമങ്ങളിലെ വീഴ്ച പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നെന്മാറ മണ്ഡലത്തിന്റെ മെറ്റീരിയൽ റൂം തുറക്കാൻ തീരുമാനിച്ചതിലും വിശദീകരണം തേടിയിട്ടുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV പ്രവർത്തനരഹിതമായതായി പരാതി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 മുതൽ 5:30 വരെ 1 മണിക്കൂർ നേരം CCTV പ്രവർത്തനരഹിതമായെന്നാണ് ആരോപണം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകി. ഗുരുവായൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CH റഷീദാണ് പരാതി നൽകിയത്. EVM സൂക്ഷിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ കോളേജിലെ CCTV ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. 1 മണിക്കൂറോളം നേരം അതിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ലെന്ന് UDF സ്ഥാനാർത്ഥി പരാതിയിൽ പറയുന്നു. സ്ട്രോങ് റൂം ഉൾപ്പെടെയുള്ളവയുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കയുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കി. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. 2014-19 കാലയളവിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങളായ MP ജാക്സൺ, PJ തോമസ്, LD ആൻഡോ, ജസ്റ്റിൻ ജോൺ, TI ജോസഫ്, PP തോമസ്, ഫിലോ മാത്യു, ബേബി ജോസ്, സുജ സഞ്ജീവ് കുമാർ, TV ഹരിദാസ് എന്നിവരിൽ നിന്നും 20,29,640 രൂപ വീതം ഈടാക്കാനാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുള്ളത്. ITC എന്ന പേര് ഉപയോഗിച്ചതിന് കൽക്കത്ത കോടതിയിൽ കേസിനായി ജനറൽ ഫണ്ട് ഉപയോഗിച്ചതും പുതിയതായി ആരംഭിച്ച 5 ശാഖകളിലേക്ക് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ തുകകൾ ചിലവഴിച്ചത് മൂലവും ഉണ്ടായ നഷ്ടമാണ് ഭരണസമിതി അംഗങ്ങളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉള്ളവർ ഏപ്രിൽ 24-ന് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപാകതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മാസങ്ങളായി ടൗൺ സഹകരണ ബാങ്ക് RBIയുടെ കർശന നിയന്ത്രണങ്ങളോടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കടമ്പോട് സ്വദേശി 10 വയസ്സുകാരൻ അനൂഷ് സിൽജോയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് അനൂഷിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ കഴിയുന്ന അനൂഷിന്റെ നില തിങ്കളാഴ്ച രാവിലെ മുതൽ മെച്ചപ്പെട്ടിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പരിശോധനയിൽ അനൂഷ് കൂടുതൽ ഉന്മേഷവാനും ബോധാവസ്ഥയിലുമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കുട്ടിയുടെ പേശികളുടെ ഫലം മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി ശ്വസിക്കുന്നുണ്ടെങ്കിലും നേരിയ തോതിൽ വെന്റിലേറ്റർ സഹായം ഇപ്പോഴും തുടരുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ആശുപത്രിയിലെത്തിയ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും മുഖഭാവങ്ങളിലൂടെയും ചുണ്ടുകളുടെ ചലനത്തിലൂടെയും ആശയവിനിമയം നടത്താൻ അനൂഷിന് സാധിച്ചതായി പറയുന്നു. ഇത് തലച്ചോറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്നതിന്റെ സൂചനയാണ്. പാമ്പുകടിയേറ്റതിനെ തുടർന്നുള്ള തളർച്ചയിൽ നിന്നുള്ള മോചനം പ്രവചനാതീതമാണെങ്കിലും നിലവിലെ മാറ്റങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതും വേഗത്തിലുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നതുമാണെന്ന് ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ R രമേഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു. ആത്മബലം കൊണ്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് അഴീക്കോട് സ്വദേശിയായ താഹിർ. 3 മാസം മുൻപ് അണലിയുടെ കടിയേറ്റെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി കർമ്മരംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് സ്നേക്ക് റെസ്ക്യൂവറായ താഹിർ. വലതു ചൂണ്ടുവിരലിൽ മരണം തൊട്ട നിമിഷത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും ആത്മബലത്തിന്റെയും കൈപിടിച്ച് അതിജീവിക്കുകയായിരുന്നു താഹിർ അഴീക്കോട്. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്നേക്ക് റെസ്ക്യൂവറായ താഹിറിന് കഴിഞ്ഞ ജനുവരി 30-ന് രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് അണലിയുടെ കടിയേറ്റത്. കയ്യിൽ വിഷപ്പല്ല് താഴ്ത്തിയ അണലിയുടെ പരാക്രമത്തെക്കുറിച്ച് താഹിർ പറയുമ്പോൾ വാക്കുകളിൽ തെല്ലും ഭീതിയില്ലെങ്കിലും കേട്ടു നിൽക്കുന്നവരിൽ ഭയം നിറയും. സാധാരണ പോലെ തന്നെ റെസ്ക്യൂവിന് ടീം വിളിച്ചിട്ട് അങ്ങനെ പോയതാണ്. പോകുമ്പോൾ അവിടെ 2 അണലി വലയപ്പെട്ട് കിടക്കണ്ടായി. ഞാൻ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് വല കട്ട് ചെയ്ത് എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. ഒരണലി വലയുടെ താഴത്താണ് കിടന്നിരുന്നത്, മറ്റേത് ഒരെണ്ണം മേലെ. സാധാരണ നമ്മൾ ചെറിയ പൈപ്പ് വെച്ചിട്ടാണ് തല പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ചെയ്യല്.
അതേപോലെ ചെയ്തിരുന്നു. മറ്റേത് വല്ലുള്ളിൽ കൂടി പെട്ടെന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്താണ് സംഭവിച്ചത്. 10-15 ദിവസത്തോളം ആസ്പത്രിയിലായിരുന്നു. അതിൽ 5-8 ദിവസം ICUലായിരുന്നു. ICUവിൽ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. പൾസ് ഒന്നും കയറണ്ടായില്ല, 40 താഴെ ഉണ്ടായുള്ളൂ. ഞാനിപ്പോൾ ഒരു 4-5 കൊല്ലം ഈ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലത്തോളമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് കിട്ടിയത് ഇങ്ങനെ ഒരു വൈറ്റ് കിട്ടിയത്. അത് വലയിൽ കുടുങ്ങിയ 2 അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയായിരുന്നു സംഭവം. പാമ്പുകളിൽ ഒന്നിന്റെ തല പ്ലാസ്റ്റിക് പൈപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റൊരു പാമ്പ് താഹിറിനെ കടിച്ചത്. കടിയേറ്റുടനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച താഹിറിന് ആന്റി വെനം നൽകി. തുടർന്ന് മോഡേൺ ആശുപത്രിയിലും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. 15 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ താഹിർ ഡോക്ടർമാരായ ആശ, മനോജ് ജോസ്, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ചികിത്സയിലൂടെ ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തു വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടിയിട്ടുള്ള താഹിറിന് ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. പാമ്പ് കടിയേറ്റ വലതുകൈയിലെ മുറിവുണങ്ങിയിട്ടില്ലെങ്കിൽ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamondsൽ നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനത്ത് ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പെരിഞ്ഞനം സ്വദേശി തെക്കേപ്പനക്കൽ വീട്ടിൽ 55 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പെരിഞ്ഞനം താടിവളവിലായിരുന്നു അപകടം. ഗുരുതരമായ പരിക്കേറ്റ സുനിലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്കിലുണ്ടായിരുന്ന സഹയാത്രികന് പരിക്കേറ്റു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ രാസലഹരി വേട്ട. 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ അഷ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട്ട് വീട്ടിൽ ഷൈൻ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ആലുവയിലേക്കുള്ള സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരി മരുന്ന് കടത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സിറങ്ങിയ പ്രതികളെ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത MDMA-ക്ക് വിപണിയിൽ 3 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ഡാൻസ് ആപ്പ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അതിരപ്പിള്ളിയിൽ കാട്ടാന ഹോട്ടൽ ആക്രമിച്ചു. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ചത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് കാട്ടാന അകത്ത് കയറിയത്. ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ജോൺസണും കുടുംബവും താമസിക്കുന്നത്. വലിയ ശബ്ദം കേട്ട് ജോൺസന്റെ ഭാര്യയും മകളും വാതിൽ തുറന്നപ്പോഴാണ് ഹോട്ടലിനകത്ത് കാട്ടാന നിൽക്കുന്നത് കണ്ടത്. ഉടനെ ബഹളം വെച്ച് കാട്ടാനയെ പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലേക്ക് ഓടിക്കുകയായിരുന്നു. ജോൺസൺ പെരിങ്ങൽകുത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ജീവനക്കാരനാണ്. വെള്ളറക്കാട് ആദൂരിൽ പോത്തിന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു. ആദൂർ നാലകത്ത് 78 വയസ്സുള്ള കുഞ്ഞുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ കുഞ്ഞുട്ടി കൃഷിസ്ഥലമായ തിരുത്തുമൽ പാടത്തേക്ക് പേരക്കുട്ടിയോടൊപ്പം പോയതായിരുന്നു. അവിടെ മറ്റൊരാളുടെ പോത്ത് പുല്ല് മേയുന്നതിനിടയിൽ കുഞ്ഞുട്ടി ആക്രമിക്കുകയായിരുന്നു. കാലിലും നെഞ്ചിലും കുത്തേറ്റ് സാരമായി പരിക്കേറ്റ കുഞ്ഞുട്ടി തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വല്ലച്ചിറ കടലാശ്ശേരിയിൽ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്കുള്ള ശിക്ഷ ഈ മാസം 24-ന് വിധിക്കും. വല്ലച്ചിറ സ്വദേശി ഉമ്മൻപിള്ളി വീട്ടിൽ ഗോകുലനെയാണ് കുറ്റക്കാരനെന്ന് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി K. കമനീസ് കണ്ടെത്തിയത്.
2022 ഫെബ്രുവരി 25-നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനായി വല്ലച്ചിറ സ്വദേശി കൌസല്യയെ പ്രതി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ കോടതിയിൽ ഹാജരായി. ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് തൃശൂരിൽ നഗരപ്രദക്ഷിണം നടത്തി. ശങ്കരജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീമൂല സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച ആദിശങ്കരന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നഗരം ചുറ്റി സമാപിച്ചു. കേരളത്തിലെ സ്വാശ്രയ സ്കൂളുകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൌൺസിൽ കമ്മിറ്റി യോഗം തൃശൂർ ദേവമാതാ CMI സ്കൂളിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. സ്വകാര്യ സ്കൂളുകളോട് സർക്കാർ തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും തുല്യനീതി ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൂടാതെ സ്കൂൾ കെട്ടിടങ്ങളെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സ്കൂൾ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നും യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാനിർണയം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏകോപിത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച് CBSE മാസ്റ്റർ ട്രെയിനറായ ഡോക്ടർ ദിനേശ് ബാബു വിശദീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PS രാമചന്ദ്രൻ പിള്ള, ട്രഷറർ സരോഷ് എബ്രഹാം, ഓർഗനൈസിംഗ് സെക്രട്ടറി ജേക്കബ് ജോർജ്, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി, ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എളവത്തിങ്കൽ, ആക്ടിംഗ് സെക്രട്ടറി EK ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തഷ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ഇനി വാണിജ്യം. മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 4ാമത് ഷോറൂം പുന്നയൂർക്കുളം ആൽത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. വർഷത്തെ സേവനങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ 4ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം നവ്യ നായർ നിർവഹിച്ചു. വയലത്തൂർ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ ആശീർവാദ കർമ്മം നടത്തി. ഡയമണ്ട് സെക്ഷന്റെയും ആദ്യ സംരംഭമായ മിഖായേൽ മെഡിക്കൽസിന്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. മിഖായേൽ ചിറ്റ്സിന്റെ ഉദ്ഘാടനം മിഖായേൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ് നിർവഹിച്ചു. മിഖായേൽ ക്യാപിറ്റലൈസ് സീരിയൽ താരം അനുഷ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മിഖായേൽ ലാബും പ്രവർത്തനം ആരംഭിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരു മാസത്തേക്ക് 1700 രൂപയുടെ ഫുൾ ബോഡി ചെക്കപ്പ് 500 രൂപയ്ക്കും ഷുഗർ പ്രഷർ ടെസ്റ്റുകൾ സൗജന്യമായും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടനത്തിനെത്തുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 25 പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകി. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് അംഗം ഷിമോദ് കാട്ടിശ്ശേരി, KGSDA ആൽത്തറ യൂണിറ്റ് സെക്രട്ടറി TJ റോയ്, മിഖായേൽ ഗ്രൂപ്പ് ഫൗണ്ടർ VM ജോസ്, ഡയറക്ടർമാരായ എഡ്വിൻ, ബിജി ആലപ്പാട്ട്, ലിസി ബാബു, ലിയോ ടോണി, TA ബാബു, S ബാലൻ, ടെൽമ ബേബി, മിഖായേൽ ഫുഡ്സ് ഡയറക്ടർ PD ജോസ്, മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഗോഡ്വിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 13 പേർ മരിച്ചു, 5 പേരുടെ നില ഗുരുതരം. സ്ഫോടനമുണ്ടായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. ദുരന്തത്തിൽ വിറങ്ങലിച്ച് മുണ്ടത്തിക്കോട് ഗ്രാമം. സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായത് കിലോമീറ്ററുകളോളം. ദുരന്തത്തിന്റെ ഭീതി മാറാതെ പ്രദേശവാസികൾ. നാശനഷ്ടങ്ങൾ സംഭവിച്ചത് നിരവധി വീടുകൾക്ക്. പല വീടുകളുടെയും ജനൽ ചില്ലുകൾ തകർന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. പരിക്കേറ്റവർക്ക് 70% പൊള്ളൽ. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV പ്രവർത്തനരഹിതമായതായി പരാതി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം. ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. ആക്ഷേപമുള്ളവർ ഈ മാസം 24-ന് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും ഉത്തരവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.